മേയർ കെ.എസ്.ആർ.ടി.സി ഡ്രൈവർ തർക്കവുമായി ബന്ധപ്പെട്ട ബസ് കണ്ടക്ടറെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നു. ഇപ്പോൾ കണ്ടക്ടർ സുബിനെയാണ് തമ്പാനൂർ പോലീസ് ചോദ്യം ചെയ്യുന്നത്. ബസ്സിലെ മെമ്മറി കാർഡ് കാണാതായതിനാണ് ചോദ്യം ചെയ്യൽ. വിവരങ്ങളുമായി അനന്തകൃഷ്ണൻ ചേരുന്നു. ഗുഡ് മോർണിംഗ് അനന്തകൃഷ്ണൻ. ചോദ്യം ചെയ്യൽ ഇപ്പോഴും പുരോഗമിക്കുകയാണോ? മെമ്മറി കാർഡ് കാണാതായതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരങ്ങൾ കിട്ടിയോ? എന്താണ് ഇനി തുടർ നടപടികൾ ഉണ്ടാവുക? ഗുഡ് മോർണിംഗ് മോത്തി. മേയർ കെ.എസ്.ആർ.ടി.സി ബസ് ഡ്രൈവർ തർക്കത്തിൽ ഏറ്റവും നിർണായകമായ തെളിവ് ആ ബസ്സിനുള്ളിലെ CCTV ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡാണ്. ആ മെമ്മറി കാർഡ് കാണാതായതുമായി ബന്ധപ്പെട്ട് തമ്പാനൂർ പോലീസിൽ കെ.എസ്.ആർ.ടി.സി തന്നെയാണ് പരാതി നൽകിയത്. ആ പരാതിയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ് ഇപ്പോൾ കണ്ടക്ടർ സുബിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നത്. തമ്പാനൂർ പോലീസാണ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നത്. പക്ഷേ സുബിനെ എവിടെയാണ് ചോദ്യം ചെയ്യുന്നത് എന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല. കാരണം വീട്ടിൽ നിന്ന് സുബിനെ കസ്റ്റഡിയിലെടുത്തു. അതിനുശേഷം തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലോ കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിലോ കൊണ്ടുവന്നിട്ടില്ലെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. അപ്പോൾ മറ്റെവിടെയോ ആണ് ചോദ്യം ചെയ്യുന്നത്. അപ്പോൾ എന്തോ കാര്യമായ വിവരങ്ങൾ പോലീസിന് ഈ CCTV ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടതുമായി ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഈ കേസ് രജിസ്റ്റർ ചെയ്തതിന് ശേഷം സുബിനെ ഒരു തവണ മൊഴിയെടുത്തതാണ്. ഇപ്പോൾ ആ മൊഴിയെടുപ്പിന്റെ ഒരു സ്വഭാവമല്ല, ഒരു കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്ന സ്വഭാവത്തിലുള്ള നടപടിയാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. സുബിനെതിരെ നേരത്തെ ഡ്രൈവർ യദു ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അതിലെ പ്രധാനപ്പെട്ട കാര്യം ഡ്രൈവർ സുബിൻ DYFI പ്രവർത്തകനാണ്. മാത്രമല്ല ഈ സംഭവത്തിന് ശേഷം A റഹീം MP വിളിച്ചിരുന്നു എന്നൊക്കെ യദു ആരോപിച്ചിരുന്നു. പിന്നീട് A റഹീം പത്രസമ്മേളനത്തിൽ സുബിൻ തന്നെ വിളിച്ചതായി സ്ഥിരീകരിക്കുകയും ചെയ്തു. പക്ഷേ അതുകൊണ്ട് തന്നെ ഇനി ഈ CCTV ദൃശ്യങ്ങൾ കാണാതായതിൽ സുബിൻ എന്തെങ്കിലും പങ്കുണ്ടോ, അതല്ല അങ്ങനെ എന്തെങ്കിലും പോലീസ് സംശയിക്കുന്നുണ്ടോ? കാര്യങ്ങളിലാണ് ഇനിയുള്ള സമയങ്ങളിൽ വ്യക്തത വരുത്തേണ്ടത്. പോലീസ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ നടപടികൾ പൂർത്തിയായി കഴിഞ്ഞാൽ കാര്യങ്ങൾ വെളിപ്പെടുത്താം, അല്ലെങ്കിൽ കൃത്യമായി പറയാം എന്നാണ് അറിയിച്ചിരിക്കുന്നത്. മോത്തി.